ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസ്ഡ് എന്ന് പറഞ്ഞ ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സട്ടോറയെ കാണിക്കുന്നു. അവനിപ്പോൾ ഒരു സ്കേറ്റിംഗ് മത്സരത്തിന് പങ്കെടുക്കുന്നു. രണ്ടുപേരും കട്ടക്ക് കളിച്ചുവെങ്കിലും അവസാനത്തിൽ ജസ്റ്റ് ക്ലോസിൽ മറ്റവൻ അതിൽ ജയിക്കുന്നു. അങ്ങനെ അതിനുശേഷം ക്ലാസ് വിട്ടപ്പോൾ അവൻ കയോവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവളോട് നിൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ അത് പറയാതെ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവിടെ വരുന്നു. നീ പോയില്ലേ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അവൻ ഞാൻ എന്തോ മറന്നുപോയി പറഞ്ഞ് അവൻ അവിടെ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. അവിടെ സാറിൻ്റെ ബുക്ക് എടുത്ത് അതിലേക്ക് നോക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ അവനെ തൊടുന്നു. അത് സാറായിരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് സാർ ചോദിച്ചു. അത് സാർ, നീ കയോവിനെക്കുറിച്ച് അറിയാൻ വന്നതാണോ? സട്ടോറോ പറഞ്ഞു. എനിക്ക് കയോവിൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയണം. ഓ സോറി സാർ, അത് ഒരു പ്രശ്നമില്ല. എന്നിട്ട് സാറിൻ്റെ ബുക്ക് എടുത്ത് അവന് കൊടുത്തു. സാർ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് അവളോട് ചോദിച്ചു, ബട്ട് അവൾ എന്നോടത് പറഞ്ഞില്ല. സാർ അവന് ബുക്ക് കൊടുത്തിട്ട് നീ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അവൻ അത് നോക്കിയപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെയായിരുന്നു അവളുടേതും. അങ്ങനെ അവൻ സാറിനോട് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവൻ ചിന്തിക്കുന്നു, മാർച്ച് 1 അവളെ കാണാതായത്. അങ്ങനെയെങ്കിൽ 11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവളെ കാണാനായി പാർക്കിൽ പോയപ്പോൾ അവിടെ അവളെ കാണാനില്ല. അവിടെ നിന്ന് അവൻ അവൻ്റെ ഒരു കൂട്ടുകാരനെ കാണുന്നു. അവൻ അവളെ വീട്ടിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവന് 23, പക്ഷേ ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സാണ്. നല്ല മനസ്സ്, നല്ല സ്വഭാവം. അവൻ ചോദിക്കുന്നു, നിനക്ക് കയോവിനെ അറിയോ? എനിക്കറിയില്ല എന്ന് അവൻ മാന്യമായി പറയുന്നു. അവൾ നിൻ്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? സട്ടോറോ അതെ എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ വിളിക്കുന്നു. എടാ ചായ കുടിയടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനിപ്പോൾ വരാം എന്ന് പറയുന്നു. അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചു. സമയം കുറേ നേരമായപ്പോൾ സട്ടോറോ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവരിങ്ങനെ പോകുന്ന സമയം എല്ലാം മാറ്റണം, എല്ലാവരെയും രക്ഷിക്കണം എന്നും പറഞ്ഞ് അവൻ കയോവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ അവൻ വീടിൻ്റെ പിൻഭാഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പോഴാണ് കയോയുടെ ഗ്ലൗസ് അവൻ അവിടെ കാണുന്നത്. അതിൻ്റെ പുറകെയായി അവളുടെ ബുക്കും ബാഗും എല്ലാം കാണുന്നു. അവൻ പേടിച്ച് അവിടെയുള്ള ഒരു ഡോർ തുറക്കുന്നു. എന്നാൽ അവിടെ കാണുന്നത് കയോവിനെ ആരോ ഉപദ്രവിച്ച രീതിയിലാണ്. കയോ എന്ന് വിളിച്ച് അവൻ അവൻ്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കയോ പറയുന്നു, ആ ഡോറ് അടക്കൂ. നീ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞ് ജാക്കറ്റ് ഊരി കൊടുക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ ബാക്കിൽ നിന്ന് ആരോ അവനെ വിളിക്കുന്നു, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന്. അത് വേറെ ആയിരുന്നില്ല, കയോ എൻ്റെ അമ്മ തന്നെ ആയിരുന്നു. അവനെ അവിടെ നിന്ന് തള്ളിമാറ്റി അവളെയും കൂട്ടി അവൾ ഉള്ളിലേക്ക് പോകുന്നു. പിന്നീട് അവളെ പിടിച്ച് തണുത്ത വെള്ളത്തിൽ മുക്കുകയാണ്. അവിടെ ഒരാളെ കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് ഫാദറാണെന്ന്. അങ്ങനെ ഫെബ്രുവരി 22 ക്ലാസ്സിൽ സട്ടോറയെ കാണിക്കുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും കയോവിൻ്റെ സീറ്റിലേക്ക് തന്നെ നോക്കുകയാണ് സട്ടോറു. അപ്പോൾ തന്നെ കയോ ക്ലാസ്സിലേക്ക് വരുന്നു. അവൾ അവളുടെ ഷവൽ മാറ്റി അപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു അടയാളം കാണുന്നു. അങ്ങനെ ക്ലാസ്സിൽ നിന്നും എന്തിനോ വേണ്ടി കാശ് പിരിപ്പിക്കുന്നു. അതിനായി കയോവിനെയും സട്ടോറിനെയുമാണ് ഏൽപ്പിച്ചത്. ഇന്നാരെങ്കിലും കൊണ്ടുവരാൻ മറന്നുവെങ്കിൽ നാളെ കൊണ്ടുവരണമേ എന്ന് സട്ടോറ അവിടുന്ന് വിളിച്ച് പറയുന്നു. അങ്ങനെ സാർ സട്ടോറയും സംസാരിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നു. നീ അവളെ ശ്രദ്ധിച്ചോ എന്ന് സാർ ചോദിക്കുന്നു. അതേ സാർ, അവളുടെ അമ്മ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇത് കേട്ടിട്ട് ഒരു പുതിയ കാര്യമാക്കി എടുക്കാത്തത്? സാർ പറയുന്നു, എനിക്കിത് തോന്നിയിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നീ തന്നെ ശ്രദ്ധിച്ചില്ലേ, എപ്പോഴും അവൾ ഒറ്റയ്ക്കാണ്. അവളെ എല്ലാവരും അവഗണിക്കുന്നു. ഇനി നീ
ഇത് ആരോടും പറയണ്ട. അവളെ നീ അവളുടെ അമ്മേൻ്റെ നിന്ന് സേഫ് ആക്കണം. അതെ, ഞാനത് ചെയ്യും. അങ്ങനെ ലഞ്ച് ടൈമിൽ അവന് കാശ് കാണാനില്ല. അതുകൊണ്ട് അവൻ അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നു, നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ? അപ്പോൾ അവൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടി പറയുന്നു, എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യട്ടെ. അവൾ അത് പറഞ്ഞത് കയോവിനെ നോക്കി തന്നെ ആയിരുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ കയോവിൻ്റെ ബാഗിൽ നിന്നും കാശ് കിട്ടുന്നു. അവൾ കയോവിനെ കുറ്റം പറയുന്നു. അപ്പോൾ ദേഷ്യത്തോടെ സട്ടോറ പറയുന്നു, കയോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ക്ലാസ് ഒന്ന് നിശബ്ദമായി. അപ്പോൾ സാർ പറയുന്നു, സട്ടോറേനെയും കയോനെയും അല്ലേ ഞാനത് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവളെ കയ്യിലുണ്ടാവുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും ഇരിക്കൂ എന്ന് പറയുന്നു. പിന്നീട് സട്ടോറയും കയോയും വേസ്റ്റ് കൊണ്ടുപോയിടാൻ പോകുമ്പോൾ കയോ സട്ടോറിനോട് താങ്ക്സ് പറയുന്നു. കയോ പറയുന്നു, അവൾ എപ്പോഴും എന്നോട് വഴക്കിന് വരും. അവൾ എന്ത് സന്തോഷവതിയാണ്. അവളുടെ വീട്ടിൽ വലിയ ക്രിസ്മസ് ട്രീ തന്നെയുണ്ട്. അവൾ അവളെ വീട്ടിൽ വളരെ സന്തോഷകരമായി ജീവിക്കുന്നു. അതെല്ലാം കേട്ട് അവർ ക്ലാസ്സിലെത്തിയപ്പോൾ സട്ടോറ അവളോട് പറയുന്നു, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ട്? നമുക്ക് ക്രിസ്മസ് ട്രീ കാണാൻ പോകാം. അങ്ങനെ അവർ ക്രിസ്മസ് ട്രീ കാണാൻ പോകുന്നു. അവിടെ നിന്ന് നല്ല മനോഹരമായ ആ ക്രിസ്മസ് ട്രീ അവൾ അവരെ കാണിക്കുന്നു. ആ സമയത്ത് കയോയുടെ മുഖത്ത് ആദ്യമായി ഒരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ സ്കൂളിൽ നമ്മളെ പഠിപ്പിസ്റ്റും സാറും തമ്മിൽ സംസാരിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്തിനാണ് സാറും ആ ചങ്ങായും അവിടെ വർത്താനം പറയുന്നത്? എന്തായിരിക്കും അവരുടെ തമ്മിലുള്ള സീക്രട്ട് എന്നെല്ലാം അറിയാൻ വേണ്ടി വരും എപ്പിസോഡിൽ നമുക്ക് കാണാം.